ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? ഞാൻ നിങ്ങളോടായി ഒരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യമുണ്ടായത് കോഴിയാണോ അതോ മുട്ടയാണോ? സംശയമുണ്ടല്ലേ? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സംശയമുണ്ട്. ശരി, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായതെന്ന് അറിയാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ദിവസം അക്ബറിൻ്റെ രാജസദസ്സിൽ ഒരു പണ്ഡിതൻ എത്തിച്ചേർന്നു. തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. ആ പണ്ഡിതൻ അക്ബറിനെ കണ്ടു തൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞു. അല്ലയോ ചക്രവർത്തി, ഞാൻ പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ആ രാജ്യങ്ങളെ പണ്ഡിതന്മാരെയെല്ലാം ഞാൻ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോഴാണ് ബീർബലിനെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അതിനാലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ബീർബലിനെ കൂടി പരാജയപ്പെടുത്തി എൻ്റെ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അക്ബറിന് അഹങ്കാരിയായ ആ പണ്ഡിതൻ്റെ സംസാരം തീരെ രസിച്ചില്ല. പക്ഷേ ഈ അഹങ്കാരം അല്പസമയം കൂടിയേ കാണൂ എന്നറിയാവുന്ന അക്ബർ ഒന്നും പറയാതെ ബീർബലിനെ തൻ്റെ സഭയിലേക്ക് വിളിപ്പിച്ചു. സഭയിലെത്തിയ ബീർബൽ പണ്ഡിതനെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ പണ്ഡിത, അങ്ങയ്ക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലും. ഇത് കേട്ടതും പണ്ഡിതൻ ബീർബലിനോട് ചോദിച്ചു, പറയൂ ബീർബൽ, നിങ്ങളോട് എളുപ്പമുള്ള 100 ചോദ്യങ്ങൾ ചോദിക്കണോ അതോ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കണോ? ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കൂ. ഇത് കേട്ടതും രാജാവിലും സഭയിലുള്ളവരിലുമെല്ലാം ജിജ്ഞാസ വർദ്ധിച്ചു. ഏതായിരിക്കും ആ ഒരു ചോദ്യം? അവർ പരസ്പരം പിറുപിറുത്തു. പണ്ഡിതൻ മനസ്സിൽ കരുതി, ഏതു വിധേനയും ബീർബലിനെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അതിനായി ബീർബലിനെ കൊണ്ട് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം തന്നെ ചോദിക്കണം. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം ബീർബലിനോട് ചോദിച്ചു. ആ ചോദ്യം ഏതാണെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം ബീർബലിനോട് ചോദിച്ചു. പറയൂ ബീർബൽ, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യമുണ്ടായത്? പണ്ഡിതൻ്റെ ഈ ചോദ്യം കേട്ടതും സദസ്സ് മുഴുവൻ നിശബ്ദമായി. എന്നാൽ ബീർബൽ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. ചോദ്യം കേട്ടു കഴിഞ്ഞതും ബീർബൽ പണ്ഡിതനോടായി പറഞ്ഞു, ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ്. ഇത് കേട്ടതും പണ്ഡിതൻ ബീർബലിനോടായി ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്? അപ്പോൾ ബീർബൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അതിനു ഞാൻ മറുപടിയും നൽകി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ നാണിച്ചു തലയും കുനിച്ചു അവിടെ നിന്നും മടങ്ങി. ശരി, കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയോ? ആദ്യമുണ്ടായത് കോഴിയാണോ മുട്ടയാണോ? നമ്മളുടെ ഈ സംശയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരി, വീണ്ടും അടുത്ത രസകരമായ ഒരു കഥയുമായി ഞാൻ വരാം.